എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. മൂന്നിടങ്ങളിൽ പത്രിക തള്ളിയതിന് പിന്നാലെ പരിഹാരമാർഗം തേടി ബി.ജെ.പി. ഗുരുവായൂരിൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയെ പിന്തുണയ്ക്കാനാണ് നീക്കം. എന്നാൽ തലശ്ശേരിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇല്ല എന്നതിനാൽ എൻ.ഡി.എയിലെ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. തലശ്ശേരിയിലും ഗുരുവായൂരും വോട്ട് കച്ചവട ആരോപണത്തെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ബി.ജെ.പി. കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ തലശ്ശേരിയിലും ഗുരുവായൂരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനാണ് നീക്കം. ഗുരുവായൂരിൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയുടെ ദിലീപ് നായരെ പിന്തുണയ്ക്കാനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. എൻ.ഡി.എ മുന്നണിയിൽ ഘടകകക്ഷിയാൻ ശ്രമിച്ചിരുന്ന കക്ഷിയാണെന്നതിനാൽ DSGയുമായി ബന്ധപ്പെടാൻ തടസ്സങ്ങളില്ല. ഗുരുവായൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രിക തള്ളിയതോടെ ദിലീപ് നായരുമായി ബി.ജെ.പി നേതൃത്വം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകും. എന്നാൽ പിന്തുണയ്ക്കാൻ പറ്റിയ സ്വതന്ത്രം ഇല്ലാത്തതിനാൽ തലശ്ശേരിയിൽ ബി.ജെ.പി നിസ്സഹായാവസ്ഥയിലാണ്. 3 സ്വതന്ത്രമടക്കം തലശ്ശേരിയിൽ 7 സ്ഥാനാർത്ഥികളാണ് അന്തിമ പട്ടികയിൽ മത്സരരംഗത്തുള്ളത്. ഇന്ന് കേരളത്തിലെത്തുന്ന അമിത്ഷായുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാകും പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. റിപ്പോർട്ടർ, കോഴിക്കോട്. ശ്രീ വി കെ മധു, CPM അഖിൽ രവീന്ദ്രൻ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഖിൽ JS, കോൺഗ്രസ് നിവേദിത സുബ്രഹ്മണ്യൻ, ഗുരുവായൂരിൽ NDAയുടെ കാൻഡിഡേറ്റ് ആയിരുന്ന വ്യക്തി, ഒപ്പം തന്നെ ലാൽകുമാർ, ഇടതിന് നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം നിവേദിതയിലേക്ക്. ശ്രീ നിവേദിത, ഇപ്പോൾ ഗുരുവായൂരിൽ സംഭവിച്ചിരിക്കുന്നത് താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നൊക്കെ തന്നെയും സൂചിപ്പിച്ചതുപോലെ ഒരു കേവലമായ പിഴവ് എന്നതാണ്. ആ പിഴവിന് തനിക്ക് തന്നെ അതിന്റെ പേരിൽ അയോഗ്യയാക്കിയത് ശരിയായ നിലപാടല്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ കേവലമായ ഒരു പിഴവ് മാത്രമാണോ അവിടെ സംഭവിച്ചത്, ശ്രീ നിവേദിത? ഇത് നിയമപ്രകാരം അവസാനത്തെ ദിവസം 3 മണിക്ക് മുമ്പാകെ സമർപ്പിക്കണം എന്നതേ ഉള്ളൂ. അത് അവസാനത്തെ ദിവസം 3 മണിക്ക് മുമ്പ് സമർപ്പിച്ചിട്ടുണ്ട്. അത് സമർപ്പിക്കുന്ന സമയത്ത് അത് അവിടെ ആർഒയുടെ മുമ്പിൽ എത്തുന്ന സമയത്ത് ഇതില് സിഗ്നേച്ചർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുകയും ചെക്ക് ലിസ്റ്റ് തന്ന ഉടനെ അത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കവർ മാറിപ്പോയതാണ്, ഇത് അങ്ങനെ സംഭവിച്ചതാണ് എന്നും യഥാർത്ഥത്തിൽ സൈൻ ചെയ്ത ഫോം വേറെ ഉണ്ട് എന്നും അത് സ്വീകരിക്കാൻ സമയം തരണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ നോക്കൂ നിവേദിത, ഒരു പത്രികാ സമർപ്പണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. 2-3 സെറ്റ് പത്രികകളൊക്കെ നടക്കും. പത്രികയുടെ സ്ക്രൂട്ടിനി ടൈമിലായിരിക്കും പലപ്പോഴും പത്രികകളിൽ എന്തെങ്കിലും ഒക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിശകുകൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുക. പലപ്പോഴും അതുകൊണ്ടാണല്ലോ 2-3 സെറ്റ് പത്രികകളൊക്കെ നൽകുക. ഇവിടെ ചെറിയൊരു പിഴവല്ലല്ലോ, അതായത് സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതല്ലേ പിഴവ്, നിവേദിത? ഞാൻ പറഞ്ഞു തരട്ടെ. ഫോം എയും ബിയും സിമ്പിളിനെ സംബന്ധിച്ചിട്ടുള്ള ഫോമുകളാണ്. ആ ഫോമുകളിൽ സംസ്ഥാന അധ്യക്ഷന്റെയും അതുപോലെ തന്നെ ദേശീയ പാർട്ടിയാകുമ്പോൾ ദേശീയ പ്രസിഡന്റ് അധ്യക്ഷന്റെയും സിഗ്നേച്ചറുകൾ ഉണ്ടാവണം. ഈ സിഗ്നേച്ചറുകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഈ നോമിനേഷൻ റിജക്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതേ സംഭവത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഡിസിഷനുകളുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്തും ഇപ്പൊ പശ്ചിമ ബംഗാളിലും ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ ഫോം എയുടെ ഡിഫക്റ്റ് പരിഹരിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു എലക്ഷൻ ആണ് എന്നുള്ളത് കൊണ്ട് ആ എലക്ഷന്റെ തന്നെ ചൂടിലായിരിക്കുമല്ലോ എല്ലാവരും. അതുകൊണ്ട് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ആർ പോസിബിൾ. അത് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ടെക്നിക്കൽ എറേഴ്സ്. അതിനുള്ള ഒരു സാവകാശം നമുക്ക് ചെക്ക് ലിസ്റ്റ് തന്നതിന് ശേഷം, ചെക്ക് ലിസ്റ്റ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ അത് പരിഹരിച്ചോ ഇല്ലയോ, സ്ക്രൂട്ടിനിയുടെ സമയം തന്നിട്ടുള്ള സമയത്ത് ഈ രേഖ ഞങ്ങൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തോ ഇല്ലയോ, ഇതിനാണ് നമ്മളുടെ ഈ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവകാശം ഒരു ഒമിഷൻ വന്നു എന്നുള്ളത് കൊണ്ട് അത് തെറ്റാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇനി കോടതിയിൽ പോകുന്നില്ല അല്ലെങ്കിൽ പരിഹരിക്കേണ്ടതില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇത് കൊണ്ടെത്തിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് സ്ഥലത്ത് കാൻഡിഡേറ്റുകൾ ഉണ്ട്. പലയിടത്തും ആ കാൻഡിഡേറ്റുകൾക്ക് ഇത് എത്തിക്കേണ്ട തിരക്കിനിടയിൽ കവറുകൾ മാറിപ്പോകുന്നത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ സംഭവിച്ച ഒരു മിസ്റ്റേക്കാണ്
ആ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ സാധാരണഗതിയിൽ ഓപ്പോസിഷൻ പാർട്ടീസ് നോക്കൂ ശ്രീ നിവേദിത, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ സംഭവിക്കുന്നത് ഓപ്പോസിഷൻ പാർട്ടീസ് അതിനൊരു ഒബ്ജക്ഷൻ വെക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും നിങ്ങളുടെ പത്രികയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കറക്ഷൻ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്പോസിഷൻ പാർട്ടി ഉന്നയിക്കുന്നതിനനുസരിച്ചായിരിക്കും സ്വാഭാവികമായും പിന്നീട് ഒരു സൂക്ഷ്മ പരിശോധന നടക്കുക, വീണ്ടും അതൊന്ന് റീവെരിഫൈ ചെയ്യുക. ആ സമയത്താണ് പലപ്പോഴും പല പത്രികകളും തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിപ്പോൾ മറ്റാരുടെയും റെസ്പോൺസിബിലിറ്റി അല്ലല്ലോ. പത്രിക ഏറ്റവും കൃത്യമായി തന്നെ കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടേതായ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് മറ്റാരെങ്കിലും പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിവേദിത? ഞാൻ പറയുന്നത് റിട്ടേണിംഗ് ഓഫീസർ ഈ ഹാൻഡ് ബുക്ക് മാത്രം ബൈബിളായിട്ട് കരുതിക്കൊണ്ട് അതിലെ വാക്കുകൾ മാത്രം എടുത്തുകൊണ്ട് ഇത് റിജക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഹാൻഡ് ബുക്ക് മാത്രമല്ലല്ലോ, സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് പ്രകാരം റൂൾ 30 to 33 പ്രകാരം ഈ പീപ്പിൾ റെപ്രസെന്റേഷൻ ആക്ട് പ്രകാരമുള്ള നിയമങ്ങളെ കൂടി അവർ പരിഗണിക്കണം എന്നുള്ളത് പറയാനുള്ള ഒരു അവകാശം എനിക്കുണ്ട്. ഈ ഒരു കണ്ടസ്റ്റന്റിന് അത് എന്തെങ്കിലും ഡിഫക്റ്റുകൾ അതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അവരുടെ അവകാശം നേടിയെടുക്കാൻ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടല്ലോ. ആ സാഹചര്യം ഉപയോഗപ്പെടുത്തേണ്ടേ? ശരി ശരി, ഞാൻ വരാം നിവേദിത. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ രാഷ്ട്രീയമായ വിഷയങ്ങളിലേക്ക് മടങ്ങിയെത്താം നിവേദിത. ദയവായി തുടരുക അല്പസമയം കൂടി. ശ്രീ വി കെ മധു, ഇപ്പോൾ 3 മണ്ഡലങ്ങൾ, അതിൽ പ്രധാനമായും 2 മണ്ഡലങ്ങൾ, അതൊന്ന് ഗുരുവായൂർ, 2 തലശ്ശേരി. ഈ 2 മണ്ഡലങ്ങളിൽ ഇപ്പോൾ 25,000-ഓളം വോട്ടുകളുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഗുരുവായൂർ മണ്ഡലത്തിന്റെ കാര്യം പ്രത്യേകമായി എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 30,000 വോട്ടുകൾ നേടിയ ഒരു മണ്ഡലമാണ് ഈ ഗുരുവായൂർ. ഈ വോട്ടുകൾ ആരിലേക്ക് ചെന്നു ചേരുമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ? CPM-ന് കിട്ടാൻ സാധ്യതയുണ്ടോ? അല്ല, വളരെ ലാഘവത്തോടു കൂടിയാണ് ശ്രീമതി നിവേദിത ഈ നോമിനേഷന്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അവര് കഴിഞ്ഞ തവണ ഈ നോമിനേഷൻ സമർപ്പിച്ച് മത്സരിച്ച ഒരു കാൻഡിഡേറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് നോമിനേഷൻ സമർപ്പിച്ചതിലൊന്നും തന്നെ യാതൊരു പിഴവുകളും ഉണ്ടായില്ല. ആ നോമിനേഷനെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും അവര് മത്സരിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തു. ഒരു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ പോലും സംഭവിക്കാത്ത പിഴവാണ് നിയമസഭയിലേക്ക് നോമിനേഷൻ സമർപ്പിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി വീണിടത്ത് കിടന്ന് ഉരുളാനുള്ള വളരെ സമർത്ഥമായ ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് അവരോട് സഹതാപം തോന്നുകയാണ്. സഹതപിക്കുകയല്ല, നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞാൻ വളരെ ലളിതമായി ഈ 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. സാധാരണ എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നിലധികം സെറ്റ് നോമിനേഷൻ സമർപ്പിക്കാറുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു നടപടിക്രമമാണ്. 2, എല്ലാ സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം ഡമ്മി നോമിനേഷൻ കൊടുക്കാറുണ്ട്. എന്ത് 115 മണ്ഡലങ്ങളിൽ BJPക്ക് പറ്റാത്ത പിഴവ് തലശ്ശേരിയിലും ഗുരുവായൂരിലും ദേവികുളത്തും സംഭവിക്കുമ്പോൾ അവിടെ ഒന്നിലധികം സെറ്റ് നോമിനേഷൻ ഉണ്ടായിരുന്നില്ല, ഡമ്മി സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. ഡമ്മി സ്ഥാനാർത്ഥി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഡമ്മി സ്ഥാനാർത്ഥി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു കീഴ്വഴക്കമാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച്. അപ്പൊ ഡമ്മി സ്ഥാനാർത്ഥി ഉണ്ടാവാതെ പോയ സാഹചര്യം എന്താണ്? ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ആയിരക്കണക്കിന് നോമിനേഷനാണല്ലോ BJP സമർപ്പിച്ചത്. ഒരിടത്ത് പോലും BJPയുടെ നോമിനേഷൻ തള്ളുന്ന അവസ്ഥ ഉണ്ടായില്ലല്ലോ. വളരെ ലളിതമായ യുക്തിഭദ്രമായി ചോദ്യത്തിന് ഉത്തരം പറയാൻ BJPയുടെ പ്രതിനിധിക്ക് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വാസ്തവത്തിൽ ഇത് കേരളത്തിൽ വളരെ ആസൂത്രിതമായി നടന്നിരിക്കുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമാണ്. അത് വളരെ വ്യക്തമായിരിക്കുകയാണ്. ശരി, ശ്രീ വി കെ മധു, കഴിഞ്ഞ 2 ദിവസമായി പത്രികാ പ്രതിസന്ധി, NDAയുമായി ബന്ധപ്പെട്ട പത്രികാ പ്രതിസന്ധി ഉണ്ടാകുന്ന ആ ദിവസം മുതൽക്ക് തന്നെ കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. ശ്രീ വി കെ മധു, കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ശ്രീ വി കെ മധു, താങ്കൾ കേൾക്കുന്നുണ്ടോ? പറയൂ. ശ്രീ വി കെ മധു, കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്, CPM ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഇതിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടല്ലോ. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായാണ് തലശ്ശേരിയിലും ഗുരുവായൂരിലും ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. NDAക്ക് പ്രതിസന്ധി എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകുന്നത് ചില അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ വി കെ മധു കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നതെന്ന് ആരോപിക്കുന്നത് CPIM?
അത് വളരെ വ്യക്തമല്ലേ? ഇപ്പോ തലശ്ശേരിയിൽ BJPയുടെ ജില്ലാ അധ്യക്ഷനാണ് നോമിനേഷൻ സമർപ്പിച്ചത്. ഒരു സാധാരണ BJP സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹത്തിന് ഇത്തരത്തിൽ പിഴവുണ്ടായെന്ന് പറഞ്ഞാൽ തലശ്ശേരി പോലൊരു മണ്ഡലത്തിൽ അവിടെ 34,000 വോട്ടിന് ഞങ്ങൾ ജയിച്ചതാണ്. 22,000-ഓളം വോട്ട് അവിടെ BJPക്ക് ഉണ്ട്. അതിനു പുറമെ വെൽഫെയർ പാർട്ടിയുടെയും SDPIയുടെയും വോട്ടെല്ലാം കൂടി ചേർത്ത് തലശ്ശേരി പോലെ കേരളത്തിലെ ഏറ്റവും ഇടതുപക്ഷത്തിന് ശക്തി കേന്ദ്രമായ ഒരു മണ്ഡലത്തിൽ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ വീഴ്ത്താൻ കഴിയുമോ എന്ന ഒരു ചാണക്യ തന്ത്രമാണ് അവിടെ പയറ്റിയത്. ഗുരുവായൂരിലെ സ്ഥിതി നിങ്ങൾ നോക്കൂ. ഗുരുവായൂരിൽ 16,000 വോട്ടിന്റെ വ്യത്യാസമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായത്. അവിടെ BJPയുടെ വോട്ട് പൂർണ്ണമായിട്ട് UDFന് ലഭിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ദേവികുളത്ത് 11,000 വോട്ട് ADMKയ്ക്കും അതുപോലെ തന്നെ 7,000 വോട്ട് BJPക്കുമുള്ള ഒരു മണ്ഡലം. ഞങ്ങൾ 5,000-6,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ജയിച്ചത്. കൃത്യമായ ആസൂത്രണമാണ്. ഇപ്പോ ഈ ജാള്യത മറയ്ക്കാൻ വേണ്ടി കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ പുതിയ വേഷം കെട്ടലുകൾ നടത്തുകയാണ് ഇവര്. വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിൽ പരം ഗതികേട് വന്നു ചേരാനുണ്ടോ? ഞാൻ ചോദിക്കുന്നത് BJPയുടെ ദേശീയ അധ്യക്ഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് ഈ പിഴവ് കാരണം അല്ലെങ്കിൽ ഈ നീക്കം കാരണം ഒരു മണ്ഡലത്തിലെ പര്യടന പരിപാടി ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പിരിച്ചുവിട്ടിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. അഖിൽ, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ ഈ 2 മണ്ഡലങ്ങളൊന്നും ലാഭമായ ഒരു ലക്ഷണമുണ്ടല്ലോ ശ്രീ അഖിൽ. ഈ 2 മണ്ഡലങ്ങളിലെയും വോട്ടുകളുടെ കാര്യത്തിൽ കോൺഗ്രസിനൊരു ലാഭക്കച്ചവടമാണോ നടന്നിരിക്കുന്നത് ശ്രീ അഖിൽ? ഈ വിഷയത്തില് കോൺഗ്രസിന്റെ ലാഭക്കച്ചവടവും ഒക്കെ അവിടെ നിൽക്കട്ടെ. കാരണം CPMന്റെ പ്രതിനിധി വളരെ അഖിൽ JSനോടാണ് ചോദ്യം, അഖിൽ രവീന്ദ്രനോടല്ല. സോറി അഖിൽ, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. കോൺഗ്രസിന് ഇപ്പോൾ ഒരു ലാഭക്കച്ചവടമാണല്ലോ ഈ 2 മണ്ഡലങ്ങൾ ശ്രീ അഖിൽ, തലശ്ശേരിയും ഒപ്പം തന്നെ ഗുരുവായൂരും. അല്ല, അപർണ പറഞ്ഞതനുസരിച്ച് ഏത് തരത്തിലുള്ള ലാഭം എന്നും കൂടെ ഒന്ന് പറയണം. കാരണം ഞങ്ങൾക്ക് ലാഭം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞ CPMന്റെയും BJPയുടെയും കൂട്ടുകച്ചവടം പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ ലാഭം. അത് അപർണ പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങളുടെ ലാഭം അത് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തലശ്ശേരി, ദേവികുളം, ഗുരുവായൂർ, അതിനകത്ത് ഞാൻ തലശ്ശേരി എടുക്കുകയാണ് ആദ്യം. തലശ്ശേരിയിൽ ആരാ CPMന്റെ സ്ഥാനാർത്ഥി? ആരാണ്? ഷംസീറാണ്. 3 ജയരാജന്മാർക്ക് സമനായ ഷംസീറിനെ ഏത് വിധേനയും ജയിപ്പിക്കുവാനായി CPM നടത്തിയ രാഷ്ട്രീയ കച്ചവടം തന്നെയാണ് ഈ പറയുന്ന BJPയുടെ നോമിനേഷൻ അവിടെ അപ്രസക്തമായത്. കൃത്യമായി ഞാൻ വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, 3 ജയരാജന്മാർക്ക് സമനായ ഷംസീർ, ആ ഷംസീറിന്റെ വിജയത്തിന് വേണ്ടി നടത്തിയ കൂട്ടുകച്ചവടമാണ്. ഇവിടെ ഞങ്ങള് ഒരു കാര്യം പറയാതെ പറയേണ്ടി വരുന്നതാണ്. കാരണം ബാലശങ്കറിന്റെ വെളിപ്പെടുത്തൽ വളരെ 2 ആഴ്ച കാലമേ ആയിട്ടുള്ളൂ. 2 ആഴ്ച കാലത്തിന് മുമ്പ് ബാലശങ്കറിന്റെ കൃത്യമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? CPM BJP ബാന്ധവം. അത് 6 മാസം മുമ്പ് പ്രിയപ്പെട്ട ബാലഗോപാല്, നമ്മുടെ ഗോപാലകൃഷ്ണൻ BJPയുടെ സമുന്നത നേതാവ് ഗോപാലകൃഷ്ണൻ തൃശ്ശൂർ വെച്ച് പറയുകയുണ്ടായി, ഞങ്ങൾക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ട കാര്യമില്ല, CPMന്റെ അധികാര തുടർച്ച തന്നെയാണ് BJP ആഗ്രഹിക്കുന്നതെന്ന് BJPയുടെ സമുന്നതനായ നേതാവ് പറയുകയാണ്. അപ്പൊ ഇവിടെ ആരുടെയാണ് കൂട്ടുകച്ചവടം? ഇവിടെ എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി അവരുടെ നോമിനേഷൻ തള്ളപ്പെട്ടു പോയതിന്റെ വിഷമത്തിലിരിക്കുകയാണ്. ആ സ്ക്രീനിൽ തന്നെ അവരുടെ മുഖം വളരെ വ്യക്തമാണ്. പക്ഷെ അവര് പോലും അറിയാതെ, BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പ് പോലും ഇല്ലാതെ ആ ഒരു നോമിനേഷൻ അവിടെ വന്നെങ്കിൽ അത് നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഡീലിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പൊതുസമൂഹം സംശയിച്ചാൽ എന്തുകൊണ്ട് ആ സംശയത്തെ നമുക്ക് അങ്ങനെയും ചിന്തിക്കണ്ടേ? തലശ്ശേരിയിൽ ഷംസീറിന്റെ വിജയത്തിന് വേണ്ടി BJP സഹായിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക എന്നെനിക്കറിയില്ല. തലശ്ശേരിയിൽ നരേന്ദ്രമോദി പറഞ്ഞാൽ പോലും BJPക്കാർ എന്തായാലും CPMന് വോട്ട് ചെയ്യില്ല ശ്രീ അഖിൽ. അപ്പൊ ഇത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നുള്ളതിന് എന്താ തെളിവ്? എങ്കിൽ BJPയുടെ വോട്ട് വേണ്ട, BJPയുടെ വോട്ട് വേണ്ട കോൺഗ്രസിന് ഈ 2 മണ്ഡലങ്ങളിൽ എന്ന് പറയാമോ ശ്രീ അഖിൽ?
ബിജെപിയുടെ വോട്ട് വേണ്ട കോൺഗ്രസിന്, ബിജെപി പ്രവർത്തകരുടെ വോട്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലും വേണ്ട എന്ന് പറയാമോ? ഞങ്ങൾക്ക് ബിജെപി വോട്ടെന്നോ CPM വോട്ടെന്നോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ബിജെപി വോട്ടെന്നോ CPM വോട്ടെന്നോ ഇല്ല. ഞാൻ അപർണ ഒരു കാര്യം, ഞാൻ രാഷ്ട്രീയപരമായി ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അല്ലെ? രാഷ്ട്രീയപരമായി അങ്ങനെ അത്തരത്തിലുള്ള വർത്തമാനം വരാറുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ ഈ പറയുന്ന പോലെ ബിജെപിക്ക് വോട്ട് ചെയ്യില്ല, കോൺഗ്രസിന് വോട്ട് ചെയ്യാറെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിജെപി വിരുദ്ധർ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല, കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പരസ്പരം ചേരിതിരിഞ്ഞുള്ള വർത്തമാനങ്ങൾ പലതും നമ്മൾ കേൾക്കുന്നതാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ എവിടെ വോട്ട് ചെയ്യുന്നുള്ള നിങ്ങൾ പറയുന്നത്? കോൺഗ്രസ് വിരുദ്ധരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ എവിടെ വോട്ട് ചെയ്യുന്നു എന്നുള്ള നിങ്ങൾ പറയുന്നത്? അവർ ബിജെപിക്ക് വോട്ട് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അപ്പൊ കോൺഗ്രസ് വിരുദ്ധരായിട്ടുള്ള ബിജെപിക്കാർ CPM വോട്ട് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അപ്പോ അത്തരത്തിലുള്ള ആരോപണമൊന്നും യാതൊരു വിധത്തിലും അംഗീകരിച്ച് കഴിയാൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ ഞാനൊരു കാര്യം പറയുന്നത്, ഞാൻ ഈ ഓരോ നേതാക്കന്മാരുടെ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ മുഴുവൻ മാധ്യമങ്ങളിലും, പ്രിയപ്പെട്ട അപർണയുടെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലും ബാലശങ്കറിന്റെ വാക്കുകൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഗോപാലകൃഷ്ണന്റെ വാക്കുകളിൽ അപർണ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ വളരെ സജീവമായി തന്നെ ചർച്ചയിൽ ഏർപ്പെട്ടതുമാണ്. അപ്പോ ആ ചർച്ചകളെ, ആ വാക്കുകളെ എങ്ങനെ സാധൂകരിക്കാതെ നമുക്ക് കടന്നു പോകാൻ കഴിയും? ഒരു രീതിയിലും ഇതിന്റെ കണക്കുകൾ വിശദമാക്കി തരാം. എങ്ങനെയാണ് ഇതിന്റെ ലാഭം എന്നെങ്കിലും കൃത്യമായ കണക്കുകൾ പറഞ്ഞു തരാം അഖിൽ. അടുത്ത ഘട്ടത്തിൽ പറയാം, നമുക്കത് ചർച്ച ചെയ്യാം, വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ശ്രീ അഖിൽ രവീന്ദ്രൻ, നോക്കൂ, ഇപ്പോൾ CPI ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമുണ്ടല്ലോ, പ്രത്യേകിച്ചും ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഇങ്ങനെ ഒരു നിസാരമായ ശ്രദ്ധക്കുറവ്, ഒരു പിഴവൊക്കെ തന്നെയും ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഉണ്ടാകാൻ പാടുണ്ടോ ശ്രീ അഖിൽ രവീന്ദ്രൻ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടിടങ്ങളിൽ സ്ഥാനാർത്ഥികളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും DSJP പോലുള്ള പാർട്ടിയെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം ഗുരുവായൂരിൽ ഉണ്ടാകുകയും ചെയ്തു. ഗ്രാജുവലി നിങ്ങൾ വോട്ടിംഗ് ഷെയർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ്. ഇതൊക്കെ നോക്കണം. ഇങ്ങനെയൊക്കെ കേവലമായ പിഴവുകളുടെ പേരിലൊക്കെ തന്നെയും നിങ്ങൾക്ക് അനുയായികളെ, നിങ്ങളുടെ പ്രവർത്തകരെ ഒക്കെ തന്നെയും സമാധാനിപ്പിച്ച് നിർത്താൻ കഴിയുമോ? ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകേണ്ട ജാഗ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ജാഗ്രതയിൽ ഉണ്ടായിട്ടുള്ള ചെറിയ പിഴവ്, ആ പിഴവ് കൊണ്ട് സംഭവിച്ചത് ഭാരതീയ ജനതാ പാർട്ടിക്ക് 3 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ എത്താൻ സാധിച്ചില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്നത്തെ ഹൈക്കോടതി വിധിയില് ഹൈക്കോടതി വിധിയിൽ അപാകത വന്നിട്ടുള്ള പല നോമിനേഷനെ സംബന്ധിച്ചും ചർച്ച വന്നിട്ടുണ്ട്. BJPയുടെ നോമിനേഷൻ ഇത്തരത്തിലുള്ള ചെറിയ തെറ്റുകൾക്ക് ഈ നടപടിയെടുത്ത സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ തെറ്റുകൾ വരുത്തിയിട്ടുള്ള നോമിനേഷനുകൾ സ്വീകരിക്കുന്ന ഒരു സമീപനം ഈ കേരളത്തിൽ നടന്നു. പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പല സ്ഥാനാർത്ഥികളുടെയും നോമിനേഷന് ഇതിൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള അപാകതകൾ ഉണ്ടായിട്ടും അത് സ്വീകരിക്കുകയും കേവലം ചെറിയ തെറ്റുകളുടെ പേരിൽ ഈ സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തിയതിന്റെ അകത്ത് രാഷ്ട്രീയം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നോക്കൂ ശ്രീ അഖിൽ, ഇതിൽ ഇത്രയുള്ള കാര്യം, ഒരു പ്രത്യേകിച്ചും ഒരു സ്ക്രൂട്ടിനി സമയത്ത് പ്രത്യേകിച്ചും ഒരു എതിർ പാർട്ടി ഒബ്ജക്ഷൻ ഉന്നയിച്ചാൽ വരണാധികാരി അതിനെക്കുറിച്ച് സൂക്ഷ്മ പരിശോധന നടത്തും. അത് നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എങ്കിൽ ആ പത്രിക തള്ളിപ്പോവും. നോർമൽ ലോജിക്കാണ്. അല്ല, നോർമൽ ലോജിക്ക് തന്നെയാണ്. ഇതുപോലെ ഒബ്ജക്ഷൻ വന്നിട്ടുള്ള പല പത്രികയെ സംബന്ധിച്ചും അവരത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ആക്ഷേപം പറയാനായിട്ടോ അത് മാറ്റിവെക്കുവാൻ വേണ്ടിയിട്ടോ ഈ നിയമങ്ങളുടെ ഭാഗമായിട്ട് അവർ തയ്യാറായിട്ടില്ല. ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. ആ സുപ്രീം കോടതിയുടെ വിധിയും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും കാലങ്ങളായി തുടരുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ആ തെറ്റ് തിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഗുരുവായൂരിൽ 25,000 വോട്ടും ദിലീപിന് കിട്ടുമല്ലോ അല്ലെ? നോക്കൂ ഒരു നിമിഷം, ഗുരുവായൂരിലുള്ള BJPയുടെ 25,000 വോട്ടും DSJP സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമല്ലോ അല്ലെ ശ്രീ അഖിൽ? ഞാൻ സൂചിപ്പിച്ചത് ഈ ഗുരുവായൂരെയും തലശ്ശേരിയിലെയും ഒക്കെ വോട്ടുകളെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന ഘടകം, ദേശീയ ഘടകം കൃത്യമായ നിലപാടെടുക്കും. നിലപാട് സ്വീകരിക്കുവാൻ വേണ്ടിയും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇപ്പോൾ DSJP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സുരേഷ് ഗോപി എന്ന NDA കാൻഡിഡേറ്റിന് 30,000 വോട്ടുകൾ ഉണ്ടായിരുന്ന മണ്ഡലമാണ് ഈ പറയുന്ന ഗുരുവായൂർ. ഈ 30,000 വോട്ടുകൾ ലഭിക്കുമല്ലോ അല്ലെ ഈ DSJP സ്ഥാനാർത്ഥിക്ക്? റിപ്പോർട്ടർ ചാനൽ എങ്ങനെ മനസ്സിലായി? അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെന്ന് അപർണയ്ക്ക് എങ്ങനെ മനസ്സിലായി?
അപ്പോൾ DSJP സ്ഥാനാർത്ഥി പിന്തുണയ്ക്കുന്നില്ല. DSJP സ്ഥാനാർത്ഥി ദിലീപിനെ പിന്തുണയ്ക്കുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ദേശീയ ഘടകങ്ങൾ തീരുമാനിക്കും എന്താണ് നിലപാടെന്നുള്ളത്. അല്ലാതെ നമ്മൾ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ടല്ല ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ആരെങ്കിലും പോയി ചർച്ച നടത്തിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ആ സ്ഥാനാർത്ഥിയുമായി ചർച്ച ചെയ്തെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? അപ്പോൾ DSJP സ്ഥാനാർത്ഥിക്ക് പിന്തുണയില്ല എന്നാണോ? അല്ല, അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. DSJP സ്ഥാനാർത്ഥിക്ക് പിന്തുണയില്ലേ? നേതൃത്വമാണ് പറയുന്നത്. അവർ കൃത്യമായി ആ കാര്യങ്ങൾ കൃത്യമായി അത് അറിയിക്കുകയും ചെയ്യും. ശരി, അറിയിക്കട്ടെ. ശരി, വരട്ടെ. ശ്രീ ലാൽകുമാർ, ഇപ്പോൾ ഈ വരുന്ന വോട്ടുകളുണ്ടല്ലോ, പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ടത് തലശ്ശേരി മണ്ഡലവും ഒപ്പം തന്നെ ഗുരുവായൂർ മണ്ഡലവുമാണ്. ഈ രണ്ടിടങ്ങളിലെ ഈ വോട്ട് ആർക്ക് പോകും ശ്രീ ലാൽകുമാർ? അത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാരമ്പര്യം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാര്യം ആരാണ് എങ്ങോട്ടാണ് കച്ചവടം നടത്തുന്നതെന്ന് അഖിലിന് പാർട്ടിക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ അഖിൽ ഇച്ചിരി പാടുപെട്ടാ സംസാരിക്കുന്നതെങ്കിലും അഖിലിന് കൃത്യമായിട്ട് അറിയാം എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഓരോന്നായിട്ട് മറുപടി പറയാം. മാഡം പറഞ്ഞൊരു കാര്യം, ഒരു ഒപ്പില്ലായിരുന്നു എന്നുള്ളതാണ്. അതിപ്പം കല്യാണത്തിൻ്റെ സമയത്ത് ഭർത്താവിൻ്റെ കോളത്തിൽ ഭർത്താവ് ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ കല്യാണമാകുക? കാരണം നിങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റ് നിങ്ങളുടെ കാൻഡിഡേറ്റായിട്ട് എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പറയേണ്ടത് നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റാണ്. അതാണ് ആ ഒപ്പ്. അല്ല വഴി കൂടെ പോകുന്ന ആർക്കെങ്കിലും കൊണ്ട് BJPയുടെ അല്ലെങ്കിൽ ഈ നോമിനേഷനത്തിൽ ഞാൻ BJPയുടെ നേതാവെന്ന് പറഞ്ഞാൽ ഒക്കുമോ? നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് എൻഡോഴ്സ് ചെയ്യണം. ആ എൻഡോഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കമ്മീഷൻ എടുത്ത് ദൂരക്കളയും. മാഡം പറഞ്ഞെന്താണ്, സംസ്ഥാനത്ത് ഈ ഓഫീസേഴ്സ് ചെയ്തത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ആ ഓഫീസേഴ്സ് ചെയ്തത് ശരിയാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ അല്ലേ? ഹൈക്കോടതി അത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇവര് കൊടുത്ത പെറ്റീഷൻ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ നിൽക്കുക അങ്ങനെ പറയണ്ട. അങ്ങനെ പറഞ്ഞ ഒക്കത്തില്ലല്ലോ. നിങ്ങളൊക്കെ പറഞ്ഞ ഞാൻ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഇടയ്ക്ക് കയറി പറയണ്ട. ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറി പറയണ്ട. എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ പറയണ്ടെന്നേ. നിങ്ങൾ പറയണ്ട. നിങ്ങളുടെ അവസരം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി. അത് കൊള്ളത്തില്ലല്ലോ. അത് നിങ്ങളുടെ വാചകം എനിക്ക് കേൾക്കണ്ട. അതുകൊണ്ട് അത് ശരിയല്ലല്ലോ. ഇവിടെ നിങ്ങൾ സംസാരിക്കുന്ന ഓരോരുത്തരും കേൾക്കാൻ പോകുന്നില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മര്യാദ ഉണ്ടായിരുന്നതാണ്. ആ ഉണ്ടായിരുന്ന മര്യാദ എന്ന് പറഞ്ഞാൽ മര്യാദയായിരിക്കും. അവരെ സമ്മതിക്കത്തില്ല, ഞാൻ സംസാരിക്കാൻ അനുവദിക്കത്തില്ല. പുള്ളിയോട് നിർത്താൻ പറ. ഒരു സംശയം വേണ്ട. കാര്യം ഞാൻ മര്യാദയ്ക്ക് അവർ പറഞ്ഞിപ്പം ഉണ്ടായിരുന്നതാണ്. ഞാൻ പറയുന്നത് പോകുന്നുണ്ടെങ്കിൽ മര്യാദ കേട്ടോണ്ടിരിക്കുക. പ്രസിഡന്റിനെ എൻഡോഴ്സ് ചെയ്യുന്നത് പ്രസിഡന്റ് ഹെലികോപ്റ്ററെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒപ്പിടാൻ മറന്നു പോകും. ഇവർക്കുള്ള സ്ഥാനാർത്ഥികളെ ഒന്ന് ആലോചിക്കേ. സുരേന്ദ്രൻ അത് മറന്നു. 20,000 മേളിൽ ഓട്ടുള്ള സ്ഥലത്ത് സുരേന്ദ്രൻ ഒപ്പിടാൻ മറന്നെങ്കിൽ അതിന് കുഴപ്പമാരാ? ഇവരെ കൊണ്ട് കഴിവില്ലാഞ്ഞിട്ട്, കഴിവില്ലാത്തവരായതുകൊണ്ട് അതിന് നമ്മൾ തന്നെ മറുപടി പറയേണ്ടത്. അതൊന്ന്. രണ്ട്, മാഡം പറഞ്ഞത് മറുപടി പറഞ്ഞിട്ടുള്ളത് ആരാ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാ. നിങ്ങൾക്ക് സുപ്രീം കോടതി പോകാന്നേ. സുപ്രീം കോടതി പോകുന്നിടം വരെ അവിടുന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു ജഡ്ജ്മെന്റ് കിട്ടുന്നിടം വരെ ഞങ്ങൾ പറയുന്നതാ ശരി. അത്രേ ഉള്ളൂ. അതിന് കൂടുതൽ കാര്യമില്ല. ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാണ് ശരി. അതിന് മുകളിൽ എന്തോ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പം ഇവർ കൊണ്ട് കൊടുത്ത പെറ്റീഷൻ എടുത്ത് ഊരെ കളഞ്ഞു അല്ലേ? പിന്നെ ആർക്ക് വോട്ട് കിട്ടുമെന്നുള്ള ചോദ്യം. അഖില്, ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് കേട്ടത് അഖിൽ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു തിരുവനന്തപുരത്ത് അല്ലേ? നമ്മൾ കേട്ടതാ. അഖിൽ ആ മണ്ഡലത്തിൽ അത്യാവശ്യം നന്നായിട്ട് പ്രവർത്തനം നടത്തി പാരമ്പര്യമുള്ള ഒരാളാണ്. എവിടുന്നോ ഒരാൾക്ക് കൊണ്ടൊരു സീറ്റ് കൊടുത്തില്ല. കൊടുത്തോ? അഖിലിനോട് ചോര്. ആ പറയുന്ന ആളെ ആ മണ്ഡലത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് അഖിലിനൊക്കെ ചോര്. കഴക്കൂട്ടത്ത് ആ വോട്ടുകൾ എങ്ങോട്ട് പോകും? ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സ്ഥലം ആണോ? കടകംപള്ളി മത്സരിക്കുന്ന സ്ഥലം എന്നുവെച്ചാൽ പക്ക പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. ആ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് കോൺഗ്രസ് ഒരു വീക്ക് കാൻഡിഡേറ്റിനെ കൊണ്ടിട്ടിരിക്കുന്നത് എന്തിനാണ്? വോട്ട് കച്ചവടത്തിനാണ്. ഞാൻ പറയും വോട്ട് കച്ചവടത്തിനാണ്. കാര്യം നിയമത്തിൽ നിങ്ങൾ അത് തന്നെയല്ലേ ചെയ്തത്. അഖിൽ പറയട്ടെ. അഖിൽ അല്ലെങ്കിൽ വേറൊരാള്. അഖിലിനൊരു പൊളിറ്റിക്കൽ സ്പേസ് ഉള്ള സ്ഥലമാണ്. പൊളിറ്റിക്കൽ സ്പേസ് ഇല്ലാതെ അമേരിക്കയിൽ ഏതാണ്ട് പോയി എന്തോ ചെയ്തെന്നും പറഞ്ഞ് ഇവിടെ ഒന്ന് സീറ്റ് കൊടുക്കുക. പെയ്ഡ് സീറ്റ് ആണെന്ന് ഒരു വിവാദം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ എത്ര മണ്ഡലം നമുക്ക് പറയാം. നിങ്ങൾ വട്ടിയൂർക്കാവ് എടുത്ത് നോക്കൂ. കോൺഗ്രസിന്റെ വട്ടിയൂർക്കാവിലെ സീറ്റിൽ അവിടുത്തെ സ്ഥാനാർത്ഥി അവിടുത്തെ കോർപ്പറേഷനിൽ നിന്ന് തോറ്റ ആളാണ്. ആണോ? കോർപ്പറേഷനിൽ തോറ്റ ആളാണ് നിയമസഭയിലേക്ക് നിൽക്കുന്നത്. ആണോ? എന്നിട്ട് നിങ്ങൾ പറയുന്ന ആർക്കാ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? ഇത്രയും വീക്ക് കാൻഡിഡേറ്റിനെ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പം നമ്മൾ കരുതും നിങ്ങൾ വോട്ട് കച്ചവടത്തിനാണ്. കാര്യം നിങ്ങൾക്ക് അങ്ങനൊരു പാരമ്പര്യമുണ്ട്. നിയമത്തിൽ നിങ്ങൾക്ക് അങ്ങനൊരു പാരമ്പര്യം നിങ്ങൾ നമ്മളെ കാണിച്ചതെന്നല്ലേ? നിയമത്താരെ ഈ കേരളത്തിൽ ഒരു BJP-കാരൻ നിയമസഭയെ കയറരുത് ഒരു തീരുമാനം ഈ സമൂഹത്തിനുണ്ടായിരുന്നു. ആ സമൂഹത്തിന്റെ തീരുമാനത്തെ നശിപ്പിച്ചതും ഇല്ലാതാക്കിയതും ആരാണ്? കോൺഗ്രസ്സുകാർ. 50,000 വോട്ടുണ്ടായിരുന്നത് 20,000 ആക്കി, 20,000 ഉള്ളത് 10,000 ആക്കി, 12,000 ആക്കി. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് എന്താ?
CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാരണമാണ് അവിടെ ആള് കയറിയതെന്ന് നിയമസഭയിൽ പറയുന്നതിനൊക്കെ ഒരു നാണം വേണ്ടേ, പറയുന്നതിനൊക്കെ ഒരു രസം വേണ്ടേ? പിന്നെ ഷംസീറിന്റെ കാര്യം, അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം CPIM-ന്റെ ഷംസീറിനെ തോപ്പിക്കാനുള്ള പണി അവിടെ BJP നടത്തുമെന്ന്. അത് ഷംസീറിനെ ജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടുണ്ടല്ലോ, BJPക്ക് കിട്ടിയ വോട്ട്, അതും കോൺഗ്രസിന്റെ വോട്ടും കൂടെ കൂട്ടി വെച്ചാൽ അതിനെക്കാട്ടിലും വോട്ടുണ്ട് ഷംസീറിന് അവിടെ. അത് അറിയാം അഖിൽ പോയെന്ന് നോക്ക്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് കിട്ടിയ വോട്ടും CPIM-ന് കിട്ടിയ വോട്ടും BJP കിട്ടിയ വോട്ടും കൂടെ ചേർത്തുള്ള വോട്ട് ഷംസീറിനോടുണ്ട്. ഞാൻ പറയുന്നത് ഷംസീർ നിങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്താലും ജയിക്കുന്ന. പക്ഷേ എന്നാലും നിങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്തായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ട് പറ, RSSന്റെ വോട്ട് നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞോ? കോടിയേരി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ടാന്ന്? കോടിയേരി അങ്ങനെ പറഞ്ഞോ? നിങ്ങൾക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കൊണ്ട് ധൈര്യം ഉണ്ടെന്ന് പറയിപ്പിക്കാവോ? മുട്ടിടിക്കും, മുട്ട്. ശ്രീ അഖിൽ, നോക്കൂ, ഇപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നോക്കൂ, പല മണ്ഡലങ്ങളിലും ഉണ്ടാകുന്ന ചില കൂട്ടുകെട്ടുകളെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ടല്ലോ. പല മണ്ഡലങ്ങളിലെയും കഥകൾ ഇതിനോടകം പറയുന്നുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ മണ്ഡലം കഴിഞ്ഞാൽ ഇപ്പോൾ തലശ്ശേരി, ഈ 2 മണ്ഡലങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും വിവാദമായിരിക്കുന്നത്. ഇവിടെ ലാൽകുമാർ കഴക്കൂട്ടം മണ്ഡലം, പ്രത്യേകിച്ച് കഴക്കൂട്ടം മണ്ഡലത്തിൽ അഖിലിന്റെ പേര് വളരെ വലിയ രീതിയിൽ ഉയർന്നു കേട്ടിരുന്നു. അഖിൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. പിന്നീട് അവിടെ മറ്റൊരാളുടെ പേരാണ് ഡോക്ടർ ലാൽ എന്നൊരു വ്യക്തി പിന്നീട് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്ന നിലയുണ്ടാകുന്നു. ഇവിടെയൊക്കെ സംശയങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ ശ്രീ അഖിൽ. അല്ല, അത് എന്ത് തരത്തിലാണ് അതിന് സംശയം ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് അറിയില്ല. അവിടെ ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാം. കോൺഗ്രസ് എന്ന് പറയുന്ന വിശാലമായ ഒരു പ്രസ്ഥാനത്തിനകത്ത് കൃത്യമായി പല മേഖലയിലുള്ള ആളുകളെ അദ്ദേഹം ഡോക്ടർ SS ലാൽ എന്ന് പറയുന്ന ആളുകൾ, അദ്ദേഹം പൊതുജനാരോഗ്യ വിദഗ്ധനും പഴയ കാലത്തിലെ യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ ആയിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ നമ്മുടെ കോൺഗ്രസിനകത്തുള്ള ശരി, അഖിലിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കൂ നിവേദിത, ഇപ്പോൾ താങ്കളുടെ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ഹൈക്കോടതി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് പ്രത്യേകിച്ചും വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ ഒരു പരാമർശം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അങ്ങനൊരു പരാമർശം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്സിൽ ഒന്നതാണ്. ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന മെൻഷൻ ഇതാണ്: വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും അധികാരം, പ്രത്യേകിച്ചും ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ പൂർണ്ണമായ അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമായിരിക്കും എന്നുള്ളത്. അവിടെ ഒബ്ജക്ഷൻസ് ഒന്നുമില്ല. എവിടെയാണ് ശ്രീ നിവേദിത താങ്കൾക്ക് പിഴവ് സംഭവിച്ചത്? ഈ ഹൈക്കോടതി ഇത് തൂരക്കെളിഞ്ഞു എന്നും ഇവിടെ എൻ്റെ ദുഃഖം കണ്ട് വിഷമിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളോടും ആദ്യം ഒന്ന് മറുപടി പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവരവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളുടെ ദുഃഖം ഒന്ന് പരിഹരിച്ചിട്ടാവാം ഞങ്ങളുടെ ദുഃഖത്തെക്കുറിച്ച് സംസാരിക്കുക. അവിടെ നിൽക്കട്ടെ. ഹൈക്കോടതി ഇത് ചവറ്റുകൊട്ടയിൽ ഇട്ടു അല്ലെങ്കിൽ ഇത് തള്ളിക്കളഞ്ഞു എന്നൊക്കെയുള്ള പ്രചരണം തെറ്റാണ്. ഹൈക്കോടതി പറഞ്ഞത് സുപ്രീം കോടതിയുടെ ഒരു വിധിയുള്ളത് കൊണ്ട്, ഞങ്ങൾക്ക് ഇതിൽ 329 ബാർ ഉള്ളത് കൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ആ ഓർഡറിൽ തന്നെ പലപ്പോഴും പലയിടത്തുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഇടറ്റ നീതി നടപ്പിലാക്കുന്നത് ശരിയല്ല. യാതൊരു രേഖകളും മതിയായ രേഖകളും നൽകാതെയും AB ഫോം പൂർണ്ണമായിട്ടും ബ്ലാങ്ക് ആക്കി ഇട്ടിട്ടുമുള്ള ആളുകൾക്ക് വരെ ഇവിടെ സമയം കൊടുക്കുകയും അത് റെക്ടിഫിക്കേഷൻ നടത്തുന്നതിനുള്ള അനുവാദം നൽകുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു എററിനെ പരിഹരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സ്ക്രൂട്ടിനി ടൈമിൽ സാധിക്കാത്ത വന്നത് അത് തെറ്റ് തന്നെ ആണ് എന്ന് തന്നെയാണ് കോടതിയുടെ വിധിയിൽ പരാമർശിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കണമെന്നും ഇലക്ഷൻ കമ്മീഷൻ ഇത് മതിയായ ഇതിലുള്ള അനോമലീസ്, ഇതിലൊക്കെയുള്ള പ്രശ്നങ്ങൾ കൃത്യമായും മനസ്സിലാക്കിക്കൊണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടും നിലവിലുള്ള നിയമങ്ങളെ പരിഗണിച്ചുകൊണ്ടും ഒരു തീരുമാനമെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞതിൽ നിന്ന് ഇനി ഇലക്ഷൻ കമ്മീഷനെയാണ് ഞങ്ങൾ സമീപിക്കേണ്ടത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനെ ഇന്നലെ തന്നെ ഞങ്ങൾ ഈ എൻ്റെ ഒരു റെപ്രസെന്റേഷനുമായി സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഇന്ന സമയത്തിനുള്ളിൽ ഒരു തീരുമാനം എടുക്കാൻ നിർദ്ദേശം ഇവിടെ ഹൈക്കോടതിയിൽ. ഒരു നിമിഷം, ഒരു സംശയം ചോദിക്കട്ടെ നിവേദിത, എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇതിൽ ഒപ്പിടാതിരുന്നത്? ഞാൻ ചോദിച്ചു നോക്കട്ടെ.
ഇവിടെ ഡെമ്മി കാൻഡിഡേറ്റുകളുണ്ട്, ഒറിജിനൽ കാൻഡിഡേറ്റുകളുണ്ട്. അതുപോലെ തന്നെ ആരാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത് എന്ന് അറിയാത്ത, അതായത് 14-ാം തീയതി 17-ാം തീയതി ഒക്കെ ആയിട്ട് ഏകദേശ ധാരണയുണ്ടെങ്കിലും ഈ ഡമ്മി കാൻഡിഡേറ്റുകളൊക്കെ എല്ലാം ഒരുപാട് ഡോക്യുമെന്റ്സ് ഉള്ളത് കൊണ്ടും, അതേപോലെ തന്നെ ഇത് ഇലക്ഷനുമായിട്ട് പ്രചരണത്തിൽ നമുക്കറിയാലോ കെ സുരേന്ദ്രൻജി 2 സ്ഥലത്താണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ്. കാരണം ഇത് അദ്ദേഹം കൊടുത്ത എല്ലാ ഡോക്യുമെന്റ്സും. നിവേദിത, താങ്കൾ മഹിളാ മോർച്ചയുടെ അധ്യക്ഷയാണ്. ഗുരുവായൂർ പോലെ ഗ്രാജുവലി വോട്ടിംഗ് ഷെയർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിലാണ് താങ്കൾ മത്സരിക്കുന്നത്. ഈ ഒരു മണ്ഡലത്തിൽ താങ്കൾക്കൊരു ഡമ്മി കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് ഇതുവരെയുള്ള അറിവ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ ഒരു വോട്ട് ആ ഒരു സൈൻ എങ്ങനെയാണ് മിസ്സായി പോയത്? ഞാൻ പറഞ്ഞു നോക്കട്ടെ, ഞാനൊന്ന് ഒരു കാര്യം ഞാൻ പറയട്ടെ മുഴുവനായിട്ട്. അതായത് 3 മണിക്ക് മുമ്പ് ഈ സാധനം എത്തണം, ഈ ഡോക്യുമെന്റ്സ് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ തിരക്കിലായിരുന്നു. കാരണം എന്റേതായിട്ടുള്ള 26A ഫോം അഫിഡവിറ്റിൽ എനിക്ക് തന്നെ ഒരുപാട് കേസുകൾ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിച്ചതിലും ഒരുപാട് കേസുകൾ നമുക്ക് ഉൾപ്പെടെ ഇതിൽ മെൻഷൻ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഈ ഭാഗത്ത് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഫോം 26A അതുപോലെ തന്നെ നാമനിർദ്ദേശ പത്രികയുടെ മറ്റ് പ്രസക്ത ഭാഗങ്ങളും എല്ലാം തന്നെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഇത് ഡോക്യുമെന്റ് എന്തൊരു കവറിൽ ആ സമയത്ത് അവിടെ എത്തി, അത് കവർ മാറിപ്പോയതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും. കാരണം ഇതെല്ലാം ചെയ്യുന്നത് വലിയ നേതാക്കളല്ലല്ലോ, സാധാരണക്കാരായ പ്രവർത്തകർ അത് എടുത്തു വരുമ്പോ അത് നോക്കിയിട്ടുണ്ടാവില്ല. അതായത് നോക്കട്ടെ, ഒരു നിമിഷം ഒന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഓൾറെഡി തന്നെ കെ സുരേന്ദ്രൻ ഒപ്പിട്ട പത്രിക താങ്കളുടെ പക്കൽ ഉണ്ടായിരുന്നു, പക്ഷെ കവർ മാറിപ്പോയതാണോ? എന്റെ കയ്യിലല്ല, മീൻസ് എന്റെ കയ്യില് ഞാൻ ഒരു കാൻഡിഡേറ്റ് അല്ലേ, ഞാനല്ലല്ലോ ഇതെല്ലാം കയ്യിൽ വെക്കുന്നത്. എന്റെ കയ്യിലല്ലല്ലോ എല്ലാം ഉണ്ടാകുന്നത്. ശ്രീ നിവേദിത, അത് നമുക്ക് ആ വിഷയം വിടാം. ശ്രീ വി.കെ. മധു, ഇപ്പോൾ CPM തുടർച്ചയായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ UDF കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് എന്നുള്ളത്. പക്ഷേ ഇതുപോലൊരു സാങ്കേതിക പിഴവ് അല്ലെങ്കിൽ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന ആനുകൂല്യം നൽകാവുന്നതല്ലേ ഉള്ളൂ ഈ കാര്യത്തിന്? അതോ ഇപ്പോൾ സ്വാഭാവികമായും ഈ വോട്ടുകൾ UDF-ലേക്ക് വന്നു ചേരാൻ, പ്രത്യേകിച്ചും തലശ്ശേരിയിലും ഗുരുവായൂർ എന്ന് പറയുന്ന മണ്ഡലം, പുന്നയൂർക്കുളം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ് ഗുരുവായൂർ. എന്തൊക്കെ പറഞ്ഞാലും പുന്നയൂർക്കുളത്തുള്ള BJP-കാരൊന്നും CPM-ന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു വോട്ടിംഗ് സ്പ്ലിറ്റെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് CPM ബോധപൂർവ്വം നടത്തുന്ന ഒരു ക്യാമ്പയിനാണോ ഈ UDF BJP കൂട്ടുകെട്ടെന്നുള്ള ഒരു പ്രചരണം? ശ്രീ മധു, താങ്കളോടാണ്. ശരി, എനിക്ക് അദ്ദേഹത്തിലേക്ക് അല്പസമയത്തിനകം മടങ്ങിയെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കൂ ശ്രീ ലാൽകുമാർ, ഇപ്പോൾ അങ്ങനൊരു ക്യാമ്പയിൻ ഉണ്ടാക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. കാരണം എന്തായാലും ഈ വോട്ടുകളൊന്നും കിട്ടാൻ പോകുന്നില്ല. 10-25 വോട്ടുണ്ട് ഓരോ മണ്ഡലങ്ങളിലും. ഈ വോട്ടുകളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്തായാലും CPM-ന്. അപ്പോൾ CPM UDF BJP കൂട്ടുകെട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായേക്കാം എന്നൊരു സാഹചര്യവും സാധ്യതയും മുന്നിലുണ്ടല്ലോ. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പൊളിറ്റിക്കൽ മെറിറ്റ് ഉണ്ടോ ഈ ആരോപണങ്ങൾക്ക്? പറഞ്ഞതിനകത്ത് ഒരു കുഴപ്പമുണ്ട്. CPIM-ന് ഇവരുടെ വോട്ട് വേണ്ട, ഇവരുടെ വോട്ട് ഇവർ പിടിച്ചാൽ മതി. ഇവരുടെ വോട്ട് കോൺഗ്രസിലോട്ട് പോകുമെന്നുള്ള സംശയം, ആ സംശയത്തിന് പ്രബലമായ കാരണങ്ങൾ നമുക്കില്ലേ? അതാണ് ഞാൻ പറഞ്ഞ പ്രീവിയസ് ഹിസ്റ്ററിയെ കുറിച്ച് പറഞ്ഞത്. നമ്മളത് മനസ്സിലാക്കണ്ടേ? അപർണയുടെ ആദ്യത്തെ വരികളിൽ അപർണ പറഞ്ഞെന്താണ്? ഒരു BJP-കാരൻ ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ ഒരു BJP-കാരൻ ഒരു കാരണവശാലും മോഡി പറഞ്ഞാൽ പോലും വോട്ട് ചെയ്യത്തില്ല CPM-ന് അപർണ പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ അവരാർക്ക് വോട്ട് ചെയ്യും? നോട്ടയ്ക്ക് വോട്ട് ചെയ്യുമോ? നോട്ടയ്ക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം, ഈ പറയുന്ന 30,000 വോട്ട് ഗുരുവായൂർ മണ്ഡലത്തിലും 22,000 ജില്ലാന വോട്ട് മറ്റുണ്ട് തലശ്ശേരിയിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. അത്ര വോട്ട് നോട്ടയ്ക്ക് വീഴണം. ഇവർക്ക് ഓപ്ഷൻ ഇല്ലായൊന്നുമില്ല പറഞ്ഞ, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇവർക്ക് ഓപ്ഷൻ ഇല്ലായൊന്നുമില്ല. ഞങ്ങളുടെ കാൻഡിഡേറ്റ് അല്ല ഇതിനകത്ത്, നൺ ഓഫ് ദ എബവ് ആണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് നോട്ടയ്ക്ക് ഒരു 20,000 വോട്ട് ചെയ്യുമോ? ചെയ്യത്തില്ല. അവരവിടെ CPM-നെ തോപ്പിക്കാനുള്ള വോട്ട് ചെയ്യും, നെഗറ്റീവ് വോട്ട് ചെയ്യും. അതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രശ്നം എന്താ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? BJP-യെ സംബന്ധിച്ചിടത്തോളം BJP എന്ത് നിലപാടെടുക്കും എന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ അവർ കൃത്യമായി കോൺഗ്രസ് നോട്ട് ചെയ്യുമോ ഒന്ന് ആലോചിക്കണം. കോൺഗ്രസ് നോട്ട് ചെയ്യുമോ എന്ന് BJP, നമ്മളതാ ചർച്ച. ഈ ചർച്ച നമ്മൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ എന്താ കാരണം? അങ്ങനൊരു പ്രബലമായ വ്യൂസ് അന്തരീക്ഷത്തിലുള്ളതുകൊണ്ടാ. ഇപ്പൊ CPM-ന് BJP വോട്ട് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച നമ്മളോട് നടക്കുന്നില്ലല്ലോ. പൊതുസമൂഹം അങ്ങനെ ചർച്ച നടത്താതെ തന്നെ
ഇവരെ കുറിച്ച് എതിരെ പറയുമ്പോൾ നാട്ടുകാർ അത് ചർച്ച ചെയ്യുന്നതിന് കാരണം എന്നാ? കാര്യം ഇവർ നടത്തിക്കൊണ്ടിരുന്ന പണിയതാ. ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, ഞാൻ പറഞ്ഞു വരുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP ചെയ്യേണ്ട, BJPയുടെ 3 സ്ഥലത്തെ കാൻഡിഡേറ്റിനെ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിട്ടില്ല. അവർക്കൊരു അബദ്ധം പറ്റിയ, ഞാൻ പറഞ്ഞ അവരുടെ അബദ്ധം എന്ന് പറയുന്ന വാക്ക് ഞാൻ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ വരുന്ന ബാലറ്റിനകത്ത് നൺ ഓഫ് ദ എബവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ 30,000 വോട്ട് നൺ ഓഫ് ദ എബവ് വീഴുവോ? നൺ ഓഫ് ദ എബവ് വീഴുമെങ്കിൽ ഈ പറഞ്ഞത് ശരിയാ, അല്ലെങ്കിൽ ഇത് കോൺഗ്രസിന് പോകും. നിങ്ങൾ പറഞ്ഞാൽ CPM-ന് 25,000 വോട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇലക്ഷൻ കഴിഞ്ഞ് വരുമല്ലോ. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, ഇവർ കോൺഗ്രസിന് വോട്ട് ചെയ്യും. ശരി, ശ്രീ VK മധു, നോക്കൂ, ഇപ്പോൾ ഈ ഒരു ഇലക്ഷനുമായി, അതാണ് താങ്കളോട് നേരത്തെ ചോദിക്കാൻ ശ്രമിച്ചൊരു ചോദ്യമായിരുന്നു അത്. ഈ ഒരു വിഷയം ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉന്നയിക്കുന്നതാണോ, അതോ മറ്റേതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിലാണോ ശ്രീ VK മധു? അല്ല, ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം ഈ ഓഡിയോ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. താങ്കൾ ഞാൻ കേൾക്കുന്നില്ല. പറയാൻ ശ്രമിച്ച കാര്യം ശ്രീ അഖിൽ ഇവിടെ ഉന്നയിച്ച ചില അടിസ്ഥാനമില്ലാത്ത വാദഗതികളാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ ഉണ്ടായിരിക്കുന്ന UDF-ഉം BJP-യും തമ്മിലുണ്ടായിരിക്കുന്ന ഒരു അന്തർധാര പുറത്തു വന്നിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇപ്പൊ അതിൽ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ ഒരു രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് പുതിയ സിദ്ധാന്തങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. പുതിയ ഡീൽ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ആരോപിക്കുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന ആർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അദ്ദേഹം ഉന്നയിച്ചത്. അത്തരത്തിലുള്ള ഡീലുകൾ ഏത് കാലത്ത് ആരൊക്കെ തമ്മിലാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? കോലീബി സഖ്യം 80 മുതലുള്ള ബേപ്പൂർ, വടകര, അതിന്റെയൊക്കെ ആസൂത്രകന്മാര് വളരെ വ്യക്തമായിട്ട് ആത്മകഥകളിലും പിന്നീട് അഭിമുഖങ്ങളിലും ഒക്കെ വ്യക്തമാക്കിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് കേരളത്തിൽ. ഇനി നേരത്തെ ഡോക്ടർ ലാല് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നേമത്തെന്താ 60,000 വോട്ട് UDF-നുണ്ടായിരുന്ന മണ്ഡലം 2011 അത് 20,000-ലേക്ക് താന്നു. അതുപോലെ തന്നെ 2016 13,000-ലേക്ക് താണു. ശ്രീ ബാലശങ്കർ പറഞ്ഞ കാര്യം മാത്രമല്ല, നേമത്തെ കേരള നിയമസഭയിൽ BJP-യുടെ പ്രതിയായി എത്തിയ ആദ്യത്തെ BJP MLA ശ്രീ O രാജഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കോൺഗ്രസിന്റെ വോട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിയമസഭയിൽ എത്തിയത്. 60,000-ൽ നിന്ന് 13,000-ലേക്ക് എത്തുക. ശരി, അഖിൽ നോക്കൂ, ഈ എന്തുകൊണ്ടാണ് നേരത്തെ ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ഈ വോട്ടുകളുടെ ട്രാൻസ്ഫോർമേഷൻ കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞതിനെയും മുന്നിലെ പ്രാവശ്യവും, അതായത് 2011-ലെയും 2016-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ BJP വോട്ടുകൾ കോൺഗ്രസ് വോട്ടുകൾ എങ്ങോട്ടേക്ക് ഒഴുകിപ്പോയി എന്നുള്ളതിന്റെ കേവലമായ കണക്കുകൾ എടുത്താൽ മാത്രം മതി. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലവും തമ്മിൽ കരാർ ഉറപ്പിച്ചു കഴിഞ്ഞു. മലമ്പുഴയും മണലൂരും തമ്മിൽ കരാർ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്ര പരിതാപകരമാണ്. കഴക്കൂട്ടത്തെ കാര്യം പറഞ്ഞത് വെറുതെ അല്ല. കഴക്കൂട്ടത്ത് 25 കൊല്ലമായി നാട്ടിലില്ലാത്തയാളെ സ്ഥാനാർത്ഥിയാക്കി. അതിന്റെ പിന്നിലും ഒരു കരാറുണ്ട്, ഒരു ഡീലുണ്ട്. കേരളത്തിൽ ഇത്തവണ LDF-ന് തുടർഭരണം ഉണ്ടാവരുത് എന്നുള്ള കരാറു തന്നെയാണ് ഇന്നിപ്പോ UDF ഈ കേരളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത്. അത് പ്രകടമാണ്, അത് പ്രത്യക്ഷമാണ്, അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം, ഇതൊരു സാങ്കേതിക പിഴവായിട്ട് അങ്ങ് ക്ഷമിച്ചുകൂടെ എന്നാണ് അപർണ നേരത്തെ ചോദിച്ച ചോദ്യം. ഞങ്ങൾ ക്ഷമിച്ചത് കൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ തീരുന്ന പ്രശ്നമാണ്. ഇതെന്താ ഒത്തുതീർപ്പാണോ? നോമിനേഷൻ കൊടുക്കുക, അതിനുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആക്ടും ചട്ടങ്ങളും അനുസരിച്ച് നോമിനേഷൻ സമർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റിന്റെ ഉത്തരവാദിത്വമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ ക്ഷമിച്ചാൽ തീരുമോ? ഞങ്ങൾ ക്ഷമിച്ചു, എന്നാൽ പിന്നെ നോമിനേഷൻ നാളെ മുതൽ മത്സരിച്ചോട്ടെ. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ, ഞാൻ ചോദിക്കട്ടെ, രാജ്യം ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് BJP-ക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക പ്രിവിലേജ് വേണമെന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും കിട്ടാത്ത പ്രത്യേക പ്രിവിലേജ് നോമിനേഷന്റെ കാര്യത്തിൽ BJP-ക്ക് വേണമെന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? ശ്രീ VK മധു, ശ്രീ അഖിൽ നോക്കൂ, ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു പലപ്പോഴും വോട്ടുകളുടെ കാര്യത്തിൽ. 2011-ലെയും 2016-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ 3 മണ്ഡലങ്ങൾ മാത്രം എടുത്താൽ
എക്സാമ്പിളായി പറയുന്നതാണ്. 3 മണ്ഡലങ്ങൾ മാത്രം എടുത്താൽ ആ 3 മണ്ഡലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വോട്ടിങ്ങിൽ ഉണ്ടായിരിക്കുന്ന, പ്രത്യേകിച്ചും വോട്ട് ഷെയറിൽ ഉണ്ടായിരിക്കുന്ന കുറവ്, അത് എങ്ങോട്ടേക്കാണ് ആ വോട്ടുകൾ ഒഴുകിപ്പോയിരിക്കുന്നത് എന്ന് നോക്കിയാൽ തന്നെ മതിയാകും, അല്ലെങ്കിൽ അത് മനസ്സിലാകും. അത് പ്രധാനപ്പെട്ടത് ഒന്ന് പീരുമേട്, വർക്കല, കഴക്കൂട്ടം താങ്കൾക്ക് വളരെ പരിചയമുള്ള ഒരു മണ്ഡലം കൂടിയാണല്ലോ. ഈ മണ്ഡലങ്ങൾ 2011-ലും 2014-ലും BJPയുടെ വോട്ട് എത്രയായിരുന്നു? എത്ര വോട്ട് കുറഞ്ഞിട്ടുണ്ട് അഖിൽ? കോൺഗ്രസിന് ഈ 3 മണ്ഡലങ്ങളുടെ മാത്രം കഥ എടുക്കുകയാണ്. 20ഓളം മണ്ഡലങ്ങളുണ്ട്, പക്ഷേ ഈ 3 മണ്ഡലങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ 25,000 വോട്ടുകൾ BJPയുടെ പക്കലുള്ള വോട്ടുകൾ സ്വാഭാവികമായും സംശയിച്ചുകൂടെ അഖിൽ നിങ്ങൾക്ക് കോൺഗ്രസിന്റെ പോക്കറ്റിലേക്ക് എത്തുമെന്നും? അപർണ, ഞങ്ങൾ പറയാൻ ഇവിടെ ഈ സ്റ്റുഡിയോയില് ശബ്ദത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ പറയുന്നത് വളരെ വ്യക്തമായി പറഞ്ഞു പോയില്ലെങ്കിൽ അത് പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകും. അതുകൊണ്ട് പൂർണ്ണമായി ഞങ്ങളുടെ അഭിപ്രായം ഉൾക്കൊണ്ട് പൂർണ്ണമായി കേട്ടതിനു ശേഷം മാത്രമേ ഞങ്ങൾക്ക് അതിനുള്ള സമയം തരണം. ഇവിടെ ശബ്ദത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോ എന്നെ സംബന്ധിച്ച് നേരത്തെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തു കൂടിയായ ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക്, കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഈ പറയുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് എന്താ കുഴപ്പം? ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഏറ്റവും മികച്ച ഒരു ഡോക്ടർ തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അവിടെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു നയമുണ്ടല്ലോ, ആ നയത്തിനെതിരായിട്ട് കൃത്യമായി ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഇപ്പോ ബഹുമാനപ്പെട്ട അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴക്കൂട്ടം നിയോജക മണ്ഡലവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് UDF സ്ഥാനാർത്ഥിയെന്ന്. ഈ പറയുന്ന ആള് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. അപ്പോ എന്തായാലും ഡോക്ടർ SS ലാലിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായി കഴക്കൂട്ടത്ത് താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പേട്ടയിൽ ഉൾപ്പെടെ താമസിക്കുന്ന ആളാണ്. അദ്ദേഹം പോഷൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകാരോഗ്യ സംഘടനയിൽ ഉൾപ്പെടെ മികച്ച റെക്കോർഡ് നടത്തിയിട്ടുള്ള, മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മികച്ച ഡോക്ടർ കൂടി തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ വോട്ട് കച്ചവടത്തിന്റെ കാര്യം അപർണ പറഞ്ഞു. നേമം നിയോജക മണ്ഡലമാണല്ലോ ഞങ്ങൾക്ക് നേരെ നിങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയല്ലേ ഇന്ന് നേമത്ത് മത്സരിക്കുന്നത്? കോൺഗ്രസിനെ പറ്റി ആക്ഷേപം എന്തെങ്കിലും പറയാനുണ്ടോ? ഈ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ അവസാനം റിസൾട്ട് വന്നതിന് ശേഷം അന്ന് നടത്തുന്ന ചർച്ചയിൽ അപർണ ചോദിക്കണം, CPMന്റെ വോട്ട് എവിടെ പോയെന്ന് ഞങ്ങളോട് ചോദിക്കണം. CPMന്റെ വോട്ട് എവിടെ പോയി? 2011-2016 കണക്കുകൾ കൂടി ഒന്ന് പറയാമോ? 2011-2016 കണക്കുകൾ കൂടി ഒന്ന് പറയൂ. അല്ല, 2016 കണക്ക് അപർണയുടെ ചോദ്യത്തിനനുസരിച്ച് ഒരു മറുപടി ഞാൻ പറയാം. 2016 അപർണ കഴക്കൂട്ടത്തിന്റെ, എനിക്ക് സുപരിചിതമായ കഴക്കൂട്ടത്തിന്റെ കാര്യം ചോദിച്ചു. കഴക്കൂട്ടത്തിന്റെ കാര്യത്തിനകത്ത് 2016 നമുക്കൊരു അപജയം ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബഹുമാനായ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലമായ കഴക്കൂട്ടത്തിൽ 2800 വോട്ട് ലീഡ് കോൺഗ്രസിന് ഉണ്ടായിരുന്നുള്ള കാര്യം അപർണ ഒന്ന് ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോ ഞാൻ ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാതെ പോകുന്നത് ശരിയില്ല. കാരണം കഴക്കൂട്ടം പോലൊരു മണ്ഡലത്തിൽ വീണ്ടും കോൺഗ്രസ് മുന്നിൽ വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പിന്നെ ഒരു കാര്യം, സുരേന്ദ്രൻ പിള്ളയുടെ ആരോപണത്തെ പറ്റി പറയുകയാണ്, നേമത്തെ UDF സ്ഥാനാർത്ഥിയുടെ ആരോപണം. അദ്ദേഹം ഇന്ന് LDFന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ നാടകത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. എന്തേ ഈ ആരോപണം UDFന്റെ ഭാഗമായി നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല? UDFന്റെ ഭാഗമായി നിന്നപ്പോൾ അല്ലെങ്കിൽ മത്സരത്തിൽ തോറ്റ സമയത്ത് ഈ രീതിയിൽ വോട്ട് കച്ചവടം നടന്നെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് LDFന്റെ ഭാഗമായി നിൽക്കുന്ന സുരേന്ദ്രൻപിള്ള പറയുകയാണ് UDF അവിടെ വോട്ട് കച്ചവടം നടത്തി എന്ന് പറയുകയാണ്. അപ്പോ അതും ഒരു ആരോപണം തന്നെയാണ്. ഇന്ന് ആ ആരോപണം ഉന്നയിക്കുമ്പോഴും ഞങ്ങൾ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും അവിടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണെങ്കിലും ഇപ്പോൾ ഈ മണ്ഡലങ്ങളിൽ തലശ്ശേരിയിലും ഗുരുവായൂരിലുമുള്ള 25,000-ഓളം വോട്ടുകൾ, ഇപ്പോഴാണെങ്കിൽ 30,000 വോട്ടുകൾ ഗുരുവായൂർ മണ്ഡലത്തിൽ, ഈ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകളാണ് കൂടുതലായി ഉള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസുകൾ ചില സ്ഥലങ്ങളിലെങ്കിലും നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഗുരുവായൂരിലെ വോട്ടുകൾ, നിങ്ങൾ ഇപ്പോൾ അവിടെ കേനേഘാതമാണല്ലോ മത്സരിക്കുന്നത്, ആ വോട്ടുകൾ ലഭിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യുപകാരമോ എന്തെങ്കിലും കോൺസ്പിറസി തിയറിയോ ഒക്കെ നടക്കുന്നുണ്ടോ അഖിൽ? ഒരു കേവലം നിഷ്കളങ്കമായ ചോദ്യമായി എടുത്താൽ മതി. അല്ല, ഞാൻ വളരെ സിമ്പിളായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ സിമ്പിളായി പറയുകയാണ് ഞാൻ. പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠ സഹോദരൻ ലാലേട്ടൻ നേരത്തെ ഇരുന്ന് പറയുകയുണ്ടായി, ഷംസീറിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന്റെയും BJPയുടെയും വോട്ടുകൾ കൂട്ടിച്ചേർത്താൽ പോലും കഴിയില്ല എന്ന് പ്രിയപ്പെട്ട ലാലേട്ടൻ കുറച്ചു മുമ്പേ പറയുകയുണ്ടായി. പിന്നെ എന്തിനാണ് ഞങ്ങൾ ആ സാഹസത്തിന്റെ മുതിരണം?
ഞങ്ങൾ പിന്നെ എന്തിനാണ് BJP-യുടെ വോട്ട് വാങ്ങി അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കൂട്ടുകച്ചവടം നടത്തിയാൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ BJP-യുമായി വോട്ട് കച്ചവടം നടത്തേണ്ട കാര്യം? അപ്പോ അത് ഞങ്ങളെ ജയിപ്പിക്കാനൊന്നും അല്ല, ഞങ്ങൾക്ക് ജയിക്കാനുമല്ല. അത് കൃത്യമായി ഈ പറയുന്ന ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് കോൺഗ്രസിനെതിരെ വലിയൊരു ശക്തമായ ഒരു മുന്നേറ്റം നടത്തി എന്ന് കാണിക്കാൻ കൃത്യമായി BJP-യുമായുള്ള വോട്ട് കച്ചവടം തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ വോട്ട് ഷെയർ, ഷംസീറിന്റെ വോട്ട് ഷെയറിൽ ഉണ്ടാകുന്ന വർധനവിൽ നിന്നും നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും. ശരി, നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയ് 2-ാം തീയതിക്ക് ശേഷം മെയ് 3-ാം തീയതിയോടുകൂടി കൃത്യമായ കണക്കുകൾ പുറത്തു വരുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ വോട്ട് ഷെയറിന്റെ കാര്യത്തിലൊക്കെ എന്തൊക്കെ ആയിരിക്കും, ആരൊക്കെ ആയിരിക്കും, ഏതൊക്കെ തരത്തിലായിരിക്കും ചർച്ചകൾ നടത്തുക എന്നുള്ളത് നോക്കാം. ശ്രീ അഖിൽ, ശ്രീ നിവേദിത, ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കുറച്ചുകൂടിയൊക്കെ ഒരു ജാഗ്രത കാണിക്കണമായിരുന്നില്ലേ? ഇങ്ങനെ താങ്കളുടേതല്ലാത്ത ഒരു പിഴവിന്റെ പേരിൽ താങ്കൾ ഇങ്ങനെ ക്രൂശിക്കപ്പെടേണ്ട കാര്യമുണ്ടോ നിവേദിത? ഞാൻ പറഞ്ഞു, പിഴവുണ്ടായി എന്നുള്ളത് നമുക്ക് ഇപ്പം അതിൽ സിഗ്നേച്ചർ ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അത് സിഗ്നേച്ചർ ഇല്ല എന്ന ചെക്ക് ലിസ്റ്റ് കിട്ടിയതിന് ശേഷം അത് പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ എന്തുകൊണ്ടത് വാങ്ങിയില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഒന്ന്. മറ്റൊന്ന്, ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇപ്പൊ ഇവിടെ പറയണ്ടായി ദേശീയ പാർട്ടി ആയതുകൊണ്ട് പ്രത്യേക ഞങ്ങൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ വാങ്ങിയെടുക്കണം എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മാതിരി അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാനാർത്ഥികളെ കാണുന്ന മാതിരി ഞങ്ങളെയും കാണണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയം എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല? അഫിഡവിറ്റിൽ പോലും കൃത്യമായി കാര്യങ്ങൾ വിവരിക്കാത്തവർക്ക് ഇവിടെ ആനുകൂല്യം കൊടുത്തപ്പോ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ള അഫിഡവിറ്റ് ഉൾപ്പെടെ സമർപ്പിച്ച ഒരു വ്യക്തിക്ക് തന്റേതല്ലാത്ത പിഴവുകളല്ല, ഈ ഒരു പിഴവുകളാൽ ഈ തരത്തിൽ ഒരു സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് ആരാണ് ഉത്തരവാദി എന്നുള്ളത് കൂടെ പറയണ്ടേ? ഇവിടെ ചട്ടങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു. ഈ ഹാൻഡ് ബുക്കില് ഇത്തരത്തിൽ ഒരു കാര്യം പറയുന്നു എന്നല്ലാതെ ഇവിടെ ഇലക്ഷൻ സിമ്പിൾസ് ആക്ടിലോ അതല്ലെങ്കിൽ പീപ്പിൾ റെപ്രസെന്റേഷൻ ആക്ടിലോ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഈ നോമിനേഷൻ തള്ളാം എന്ന് പറയുന്നുണ്ടോ? അതില്ലാത്തിടത്തോളം ഇത് നിയമ വഴിക്ക് ഞങ്ങൾ നിയമ പോരാട്ടത്തിലൂടെ തന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതകളുണ്ടോ? താങ്കളോടാണ്. അല്ല, ഞാൻ ഈ ഓഡിയോ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ചിലപ്പോ ഗ്യാപ്പ് വരുന്നത്. ഈ പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല. ഞാൻ ചോദിച്ച ലളിതമായ ചില ചോദ്യങ്ങൾക്ക് സഹോദരി മറുപടി പറഞ്ഞില്ല. ഞാനിപ്പോൾ അവരെ വിഷമിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് നോമിനേഷൻ തള്ളിയതിന്റെ ഒരു വിഷമമെല്ലാം അവരുടെ മനസ്സിലുണ്ടാവാം. പക്ഷെ ഒരു കാര്യം, എന്തുകൊണ്ട് ഡെമ്മി സ്ഥാനാർത്ഥി ഉണ്ടായില്ല എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഈ ഒപ്പില്ലാതെ കവർ മാറിപ്പോയി എന്നൊക്കെ വളരെ സാങ്കേതികമായിട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഈ കവർ എന്താ ഈ 3 മണ്ഡലത്തിൽ മാത്രം കവർ മാറിയത്? ഒരിടത്ത് കവർ മാറിയാൽ മനസ്സിലാവാം, 3 സ്ഥലത്തും ഒരുപോലെ കവർ മാറുന്നത് എങ്ങനെയാ? അപ്പൊ അത് കൃത്യമായി ആരോ അടിച്ചു മാറ്റിയതാണ്, അല്ലെങ്കിൽ അത് ആസൂത്രിതമാണ്. അങ്ങനെ സംശയിച്ചാൽ അതിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇത് മറ്റൊരു കാര്യം, ഈ ഇലക്ഷൻ ചട്ടങ്ങള് പാലിക്കപ്പെടേണ്ടതില്ല എന്നൊക്കെ ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള ശ്രീമതി നിവേദിത ഇത്തരമൊരു വേദി വന്നിരുന്ന് പൊതുസമൂഹത്തോട് പറയുന്നതൊക്കെ വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യം മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊന്നും ബാധിക്കരുത്. വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വോട്ടുകളുടെ കൺവേർഷൻ എങ്ങോട്ടേക്കായിരിക്കും സംഭവിക്കുക? എന്താണ് CPM-ന്റെ മനസ്സിലുള്ള ഒരു കണക്കുകൂട്ടൽ? ഏത് തരത്തിലാണ് ശ്രീ വി കെ മധു? ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. വല്ല കാര്യമുണ്ടോ ഇതിനകത്ത്? ശ്രീ വി കെ മധു, നമ്മൾ ഇപ്പോൾ ഈ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നിവേദിതയുടെ വിശദീകരണം കേട്ടു. അതുമായി ബന്ധപ്പെട്ടുള്ള ലീഗൽ ഫൈറ്റുകളൊക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെയും വളരെ നടന്നുകൊണ്ടേയിരിക്കുന്നു. 2 ആഴ്ചയാണ് കഷ്ടിച്ചുള്ളത് കേരളത്തിന് മുന്നിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ. ഈ ഒരു സാഹചര്യത്തിൽ ഈ വോട്ടുകൾ ഉണ്ടല്ലോ, ഈ വോട്ടുകൾ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും എന്നുള്ളതിനെ കുറിച്ചൊരു CPM-ന്റെ കണക്ക് കൂട്ടൽ ഏത് തരത്തിലാണ് ശ്രീ വി കെ മധു?
അത് വളരെ കൃത്യമാണല്ലോ. ഞാൻ പ്രിയപ്പെട്ട സഹോദരി നിവേദിതയുടെ ആരോപണങ്ങളും അതിന്റെ കൗണ്ടർ പോയിന്റ് ഞാൻ വിടുകയാണ്. ഞാൻ ഇനി അവരെ ഒരു മാനസികാവസ്ഥയിൽ കൂടുതൽ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ ഭാഗം വിടുകയാണ്. എനിക്ക് നോ കമന്റ് അക്കാര്യത്തിൽ. പക്ഷേ ഞാൻ പറയുന്നത് ഈ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളതിന് കേരളത്തിൽ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും ഒരാളിന് സംശയമുണ്ടോ? കേരളത്തിൽ BJPയെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച് അവരുടെ നമ്പർ 1 ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്, LDF ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? എത്ര ഞങ്ങളുടെ ജീവനുകളാണ് അവർ കവർന്നെടുത്തത്? ഇത് കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ? ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം തലശ്ശേരി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാനുള്ള തന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം കാണിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, KPCCയുടെ പ്രസിഡന്റിന് പറ്റുമോ? പ്രതിപക്ഷ നേതാവിന് പറ്റുമോ? UDFന്റെ നേതാക്കന്മാർക്ക് പറ്റുമോ? ഒരാള് ഫാസിസത്തിനെതിരായിട്ട് യുദ്ധം നയിക്കാൻ ഡൽഹിയിലേക്ക് പോയിട്ട് ആ വണ്ടിയിൽ തന്നെ തിരിച്ചു മടങ്ങി വന്ന് ഇവിടെ ഇപ്പൊ നിയമസഭയിലേക്ക് മത്സരിക്കല്ലേ? ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധം പറയാമോ? കുഞ്ഞാലിക്കുട്ടി പറയുമോ UDFന്റെ ഭാഗമായിട്ട് RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? ഈ കേരളത്തിൽ ഈ 3 മണ്ഡലങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഉരുത്തിരിഞ്ഞിരിക്കുന്ന രഹസ്യ ബാന്ധവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, മണലൂർ, മലമ്പുഴ, കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഈ പുതിയ രാഷ്ട്രീയ അവിശുദ്ധ സഖ്യമാണ്. ഒരു നിമിഷം. അതായത് തിരുവനന്തപുരം മണ്ഡലവും വട്ടിയൂർക്കാവ് മണ്ഡലവും പരസ്പരം സഹായിക്കാം എന്ന രീതിയിലുള്ള ചില കോൺസ്പിറസി തിയറികളൊക്കെ നടക്കുന്നുണ്ട് എന്നാണോ? മലമ്പുഴ പകരം ഈ മണ്ഡലം ഗുരുവായൂർ, ഈ തരത്തിലാണോ? എങ്ങനെയാണ് ചർച്ചകൾ? ശ്രീ VK മധു, CPIMന് എന്താണ് കാൽക്കുലേഷൻ? ഈ 3 മണ്ഡലങ്ങളിൽ നോമിനേഷൻ ഇല്ലാതാക്കിക്കൊണ്ട് BJP മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ രഹസ്യമായ കരാറുണ്ടാക്കുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള ഏറ്റവും അപ്രസക്തിയായ, ഞാൻ അപ്രസക്തി എന്ന് പറയുന്നത് ഒരു ശരിയായ പ്രയോഗമായിരിക്കില്ല, ഞാൻ പറയുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വരുന്നു. എത്രമാത്രം ലാഘവത്തോട് കൂടിയിട്ടാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും നിയമത്തേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. പകരം തിരുവനന്തപുരം മണ്ഡലത്തിലുള്ള BJPയുടെ പ്രവർത്തകരെ മുഴുവൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. വട്ടിയൂർക്കാവണും തിരുവനന്തപുരം മണ്ഡലവും തമ്മിലാണ് കരാർ ഉറപ്പിച്ചിരിക്കുന്നത്. അത് വളരെ വ്യക്തമായ ഒരു ഡീലാണ്. അതുപോലെ മലമ്പുഴ മണ്ഡലം അറിയാമല്ലോ, UDFന്റെ കൺവീനർക്ക് പോലും അറിഞ്ഞുകൂടാത്തൊരു പാർട്ടിക്ക് ആ മണ്ഡലം ആദ്യം കൊടുത്തേ. UDFന്റെ കൺവീനർക്ക് അങ്ങനെ പാർട്ടി അറിയില്ല. അപർണയ്ക്ക് അറിയാമോ അങ്ങനെ പാർട്ടി ഇവിടെ കേരളത്തിലുണ്ടെന്ന്? ആ മലമ്പുഴ അങ്ങനെ ഒരു പാർട്ടിക്കല്ലേ കൊടുത്തേ? അത് തന്നെ വലിയ പൊതുസമൂഹത്തിനിടയിൽ കോൺഗ്രസുകാരുടെ ഇടയിലും വലിയ എതിർപ്പ് വന്നപ്പോഴല്ലേ അതൊന്ന് മാറ്റി ചിന്തിക്കാൻ തയ്യാറായത്. മണലൂര് കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ രഹസ്യമായ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു. കാരണം LDFന് വീണ്ടും ഒരു തുടർഭരണം ഉണ്ടായാൽ കേരളത്തിൽ UDF ബാക്കിയുണ്ടാവില്ല. ഇപ്പൊ തന്നെ UDFനോടൊപ്പം ഉണ്ടായിരുന്ന ഘടകകക്ഷികൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് LDFിലേക്ക് വന്നു കഴിഞ്ഞു. അവശേഷിക്കുന്നോടി പോകും. ഇപ്പൊ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ലീഗ് കൂടി സലാം പറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവും. ഈ രാഷ്ട്രീയ ഗതികേട് മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കച്ചിത്തിരുമ്പ്, എങ്ങനെയെങ്കിലും LDFനെ തോൽപ്പിക്കാനുള്ള ഒരു കച്ചിത്തിരുമ്പ് ഏത് എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ UDFന്റെ നേതാക്കന്മാർ. വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് VK മധു ഉന്നയിക്കുന്നത്. ഒന്ന്, വട്ടിയൂർക്കാവ്, ഒപ്പം തന്നെ വട്ടിയൂർക്കാവിന് പകരം നിങ്ങൾ തിരുവനന്തപുരത്ത് സഹായിക്കുന്നില്ല. വട്ടിയൂർക്കാവും തിരുവനന്തപുരവും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, മലമ്പുഴയും മണലൂരും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്, എന്താണ് അഖിൽ മറുപടി? ശരി, അഖിലിലേക്ക് മടങ്ങിയെത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ലാൽകുമാർ, ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലൂടെയാണോ ഈ കേരളം കടന്നു പോകുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത്? എന്തൊക്കെയാണ് കേരളത്തിലെ ഡെമോക്രാറ്റിക് സംവിധാനത്തിൽ നടക്കുന്നത്? നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ കുറച്ച് നേരങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്തത്. നിയമം മാത്രമൊന്നുമല്ല കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയ സ്ഥലം. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു ചോദ്യമാണ്, കേരള സമൂഹം അവരോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് പോയ എവിടെയും BJP ജയിച്ചിട്ടുണ്ടോ? എന്നാൽ പെർഫോമൻസ് CPIMന്റെ മോശമുള്ള സ്ഥലമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ എപ്പോഴേലും BJP ജയിച്ചിട്ടുണ്ടോ? ഇല്ല. BJP ജയിക്കാതിരിക്കാനുള്ള വോട്ട് ചിലപ്പം തിരിച്ച് കോൺഗ്രസിന് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഒരു CPM പ്രവർത്തനം ചിലപ്പം അല്ലെങ്കിൽ നേതാവ് ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല. എനിക്കത് പറയുന്നതിന് ബുദ്ധിമുട്ടുള്ള ഒരാളല്ല. കാര്യം ഒരു വർഗീയ ശക്തിയെ മാറ്റി നിർത്താൻ ചിലപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചിലപ്പോൾ കോൺഗ്രസ്സുകാരൻ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ അതിനെ എതിർക്കുന്നൊരു കാര്യമല്ല. പക്ഷേ ഇവരുടെ കുഴപ്പമില്ല. ഇവർ സുരേന്ദ്രൻപിള്ളയെ കുറിച്ച് എന്തൊക്കെയോ അഖിൽ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് തന്നെ മനസ്സിലായില്ല. അഖിലിന് തന്നെ ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അഖിൽ മനസ്സിലാകത്തില്ല. അത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് സുരേന്ദ്രൻപിള്ളയെ കുറിച്ച് പറഞ്ഞത്. സുരേന്ദ്രൻപിള്ള മിനിഞ്ഞാന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ അശക്തനല്ല. കൊണ്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് നാട്ടുകാരും വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം ഇരിക്കുന്നത്? കോൺഗ്രസിന് അത്ര വോട്ട് ഉള്ളായിരുന്നോ? ഈ പറയുന്ന നിയമത്ത് 13,000 വോട്ടാക്കി കൊടുത്തു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേമം മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നിൽക്കുമ്പം ശിവൻകുട്ടിക്ക് 7,000-8,000 വോട്ട് കൂടി. ഏതാ ശിവൻകുട്ടിയെ കുറിച്ച് ഒരുപാട് മോശം ഉണ്ടെന്ന് പറഞ്ഞ കാലത്ത് ഏതാ നമ്മൾ പറഞ്ഞാൽ നിയമസഭയിലെ പുള്ളിയുടെ ആക്ഷൻസും ഒക്കെ നിൽക്കുന്ന സമയത്ത് അത് മോശമാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന നെഗറ്റീവ് വൈബ്രൻസ് അവിടെ ഉള്ള സമയത്ത് അദ്ദേഹത്തിന് 7,000-8,000 വോട്ട് കൂടി. ഇവരുടെ കുറഞ്ഞത് എത്ര? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഞാൻ പറഞ്ഞത് തലശ്ശേരിയുമായി ബന്ധപ്പെട്ടി പറഞ്ഞത്, തലശ്ശേരി ഇവർ വിചാരിച്ച് കളിച്ചാലും തോപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവർ കളി നടത്തത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവർ കളി നടത്തും. കാര്യം ഇവർക്ക് ആ കളി നടത്തിയുള്ള പാരമ്പര്യമുണ്ട്. ഇപ്പം ഡോക്ടർ ലാലിൻ്റെ കാര്യം പറഞ്ഞു. ഡോക്ടർ ലാലിനെ വളരെ പുകഴ്ത്തി പറയേണ്ടത് അഖിലിൻ്റെ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം പാവപ്പെട്ട അഖിലിന് അവിടെ സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ട ആളായിരുന്നു, കൊടുത്തില്ല. ഇനി അദ്ദേഹം മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടി വിരുദ്ധനായി പോകും. അതുകൊണ്ട് അദ്ദേഹം ഡോക്ടർ ലാൽ മഹാനായിരുന്നു. മഹാനല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കേരളത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യനല്ല എന്നേ പറഞ്ഞുള്ളൂ. അതെനിക്ക് പറയുന്നതുകൊണ്ട് എന്നെ ആയാലും കോൺഗ്രസ്സുകാരൻ തൂക്കിക്കൊല്ലുന്ന കൊന്നോട്ടോ. ശ്രീ അഖിൽ, നോക്കൂ, ഇപ്പോൾ VK മധു ഉന്നയിച്ച ചില ഗുരുതരമായ ആരോപണങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ചും തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങൾ, മണലൂർ, മലമ്പുഴ മണ്ഡലങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്താണ് അഖിൽ, ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമൊക്കെ നടക്കുന്നുണ്ടോ? എന്താണ് പറയുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ്. ഇവിടെ ഈ വോയിസ് പ്രശ്നമുള്ള ശബ്ദത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് എനിക്കൊന്ന് സംസാരിക്കാനുള്ള സമയം തരണം. ഞാൻ അപ്പുറവും ഇപ്പുറവും വരുന്ന 2 കൂട്ടർക്ക് മറുപടി ഒത്തിരി പറയാനുള്ളത് കൊണ്ട് എനിക്ക് ഇച്ചിരി സമയം തരണം. ഇവിടെ വോയിസ് ബ്രേക്ക് ആവുന്നതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ടെക്നിക്കൽ എറർ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യം, ബഹുമാനപ്പെട്ട ഞങ്ങളെ തിരുവനന്തപുരത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞൊരു കമന്റ്, ആ കമന്റ് RSSനെതിരെ കോൺഗ്രസ് നേതൃത്വം ഒന്നും പറയുന്നില്ലെന്നാണ്. അദ്ദേഹം രാഷ്ട്രീയവും ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളെന്നുള്ളതാണ് എന്റെ ഒരു ധാരണ. അദ്ദേഹം കൃത്യമായി ഒന്ന് പരിശോധിക്കേണ്ടത്, കൃത്യമായി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് RSSന്റെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട എന്ന് ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ പോലും വളരെ വ്യക്തമായി മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അത് CPM നേതൃത്വം പറയുന്നതിനേക്കാൾ മുമ്പേ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കള്ള വോട്ടുകളെ സംബന്ധിച്ചും ഇരട്ട വോട്ടുകളെ സംബന്ധിച്ചും. അതെല്ലാം ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ അത് ശരിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയില്ലേ? അത് ഞങ്ങൾക്ക് ഏത് ഘട്ടത്തിലാണ് ഞങ്ങൾക്കത് സംശയമുണ്ടായത്? കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ CPMന് ഉണ്ടായിട്ടുള്ള വിജയത്തിൽ ഞങ്ങൾക്കുണ്ടായ സംശയമാണ് ഞങ്ങൾ ഇത്രയും ആഴത്തിലേക്ക് ആ ഒരു പഠനം നടത്തുകയും ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളെ കുറിച്ചും ഞങ്ങൾ കൂടുതൽ, ഇതൊക്കെ കണ്ണൂർ നടക്കുമെന്നുള്ളതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇത് കേരളത്തിൽ മുഴുവൻ ഒരു ദുഷ്ടലാക്കോടുകൂടി നടത്തുന്നു എന്നുള്ളത് കൃത്യമായി തെളിവ് സഹിതം ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു. അത് ഇന്നലെ ശരിവെക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ടിക്കാറാം മീണ അത് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ ഇതെല്ലാം ഒരു രാഷ്ട്രീയ നാടകമാണ്. ഈ പറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ നോമിനേഷൻ കൊടുക്കാൻ പറ്റാത്ത സ്ഥാനാർത്ഥി നിവേദിത ഉൾപ്പെടെയുള്ള ആളുകളുടെ 3 നോമിനേഷൻ തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. KPCCയുടെ അധ്യക്ഷൻ 1.5 മാസം മുമ്പ് പറഞ്ഞു 10 നിയമസഭാ മണ്ഡലങ്ങളിൽ ധാരണയാണ്, അതിൽ 3 നമുക്കിപ്പോ പ്രകടമായിട്ടുണ്ട്, ബാക്കി ഉള്ളത് ഏതാണെന്നുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണ്ടറിയാം. ഈ ധാരണയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഈ ധാരണയൊന്നും നടക്കില്ല. പൊതുജനങ്ങൾക്ക് കാണാം. മെയ് 2-ാം തീയതി വരെ സമയമുണ്ടല്ലോ ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക്. വളരെ നന്ദി ശ്രീ അഖിൽ. ഒപ്പം തന്നെ ക്ഷമിക്കണം, എനിക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഇടപെട്ടത്, ക്ഷമിക്കണം ശ്രീ അഖിൽ. ശ്രീ VK മധു, അഖിൽ രവീന്ദ്രൻ, ഒപ്പം തന്നെ അഖിൽ JS, നിവേദിത സുബ്രഹ്മണ്യൻ, ഒപ്പം തന്നെ ലാൽകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന് എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.